80 90 വയസ്സായാലും ആശകൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. കാരണം നാഴി നെല്ല് തലയിലെടുക്കാൻ കഴിയുന്ന കാലം വരെ ആണുങ്ങൾക്ക് പരിപാടി ചെയ്യാൻ കഴിയും എന്നാണ് പഴയ കാരണന്മാർ പറയണത്. പക്ഷേ ഇന്നത്തെ കാലം നമുക്കറിയില്ല. എന്നിരുന്നാലും നമ്മളിന്ന് പറയാൻ പോണത് 80 വയസ്സായ ഒരു അപ്പൂപ്പൻ്റെ കഥയാണ്. വയസ്സ് ശരീരത്തിനെ ബാധിക്കുള്ളൂ, വയസ്സ് ഒരിക്കലും മനസ്സിനെ ബാധിക്കാറില്ല. മനസ്സെന്നും ചെറുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു 80 വയസ്സുകാരൻ ഒരു മുത്തച്ഛൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ കല്യാണം കഴിച്ച് ഓരോ സ്ഥലങ്ങളിൽ സെറ്റിലായി. മൂപ്പരൊറ്റയ്ക്കാണ്. മൂപ്പർക്ക് മരിക്കുന്നതിന് മുമ്പുള്ള ഒരു ആഗ്രഹം, ഭാര്യയ്ക്ക് ആദ്യമേ മരിച്ചു പോയി. ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിപാടി ചെയ്യണം, ന്യായമായുള്ള ആവശ്യം. അതൊന്ന് പരിപാടി ചെയ്യാനായിട്ട് ഇപ്പോൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ചാലാക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അപ്പാപ്പന് പറ്റില്ല. അപ്പാപ്പൻ ഏതെങ്കിലും ഒരു വേശ്യയുടെ നമ്പർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. കുറേ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു കൂട്ടുകാരൻ കൊടുത്തു. ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു വേശ്യയാണ്. മാമൻ കടിച്ച് എന്നാൽ മതി, മാമന് പരിപാടി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ മാമൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു ലേഡി എടുത്തു. ആ ലേഡി അങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് തന്നെ വിളിക്കൂ, ഞാനപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. മാമന് മനസ്സിലായി നടക്കുന്ന കേസല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാമന് ഹോട്ടലിലൊന്നും പോയി റൂം എടുക്കാനൊന്നും പറ്റില്ല. മാമൻ നേരിട്ട് അഡ്രസ്സ് നോക്കി ആ ഫ്ലാറ്റിൽ തന്നു. നോക്കിയപ്പോൾ 4ാമത്തെ നിലയിലാണ് ഈ ഈ പെണ്ണ് താമസിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ലിഫ്റ്റൊന്നുമില്ല. 80 വയസ്സായ മാമൻ വലിഞ്ഞ് കയറി നടന്ന് അവിടെ എത്തി. ചെന്ന് ബെല്ലടിച്ചപ്പോൾ വാല് തുറന്നു. ഒരു സുന്ദരിയായൊരു പെണ്ണ്. അപ്പോൾ ഈ വയസ്സായ ഒരാളെ കണ്ടപ്പോൾ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനേ വേറൊരാൾ എനിക്ക് നമ്പർ തന്നു, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ റൂം എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് പരിപാടി ചെയ്യാൻ വന്നതാണ്, എനിക്കൊന്ന് ഇന്ന് നിങ്ങളുടെ കൂടെ കഴിയണമെന്ന് പറഞ്ഞു. നടക്കില്ല മാമ, കാരണം നിങ്ങൾക്ക് ഇത്രയും പ്രായമുണ്ട്, ഇത്രയും പ്രായ ഒരാളുടെ കൂടെ എനിക്ക് ബന്ധപ്പെടാനായിട്ട് താല്പര്യമില്ല. അതുപോലെ തന്നെ ഇതെൻ്റെ ഫ്ലാറ്റാണ്, ഇവിടെ ഞാൻ ഒരു കാരണവശാലും ഒരാളും കയറ്റി പരിപാടി ചെയ്യിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മാമൻ എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കും, ഞാൻ പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് വരാം. പറ്റില്ല മോളെ, എനിക്ക് ഹോട്ടലിൽ റൂം എടുക്കാൻ പറ്റില്ല. ഞാൻ നല്ലൊരു ഉദ്യോഗത്തിലിരുന്ന് റിട്ടയർഡ് ചെയ്ത ആളാണ്. എൻ്റെ പല പരിചയക്കാരും ഉണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ നാണക്കെടാൻ എനിക്ക് പറ്റില്ല. ഈ വയസ്സാം കാലത്ത് എനിക്ക് ഇവിടെ തന്നെ പരിപാടി ചെയ്യണം. ഇവിടെ നടക്കില്ല, ഞാൻ പറഞ്ഞില്ലേ മോളെ. മറ്റുള്ളവർ തരുന്ന കാശിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടി ഞാൻ നിനക്ക് തരാം, പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ എന്നെ ഇവിടെ നിനക്ക് കയറ്റിക്കൂടെ എന്താണ് അപ്പം ചോദിച്ചൊരു ഡയലോഗ്. അതിൽ വീണു. കാശിൻ്റെ മേലെ പരുന്തും പറക്കില്ല. അപ്പോൾ അതിന് വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ ആരും പരിപാടിക്ക് അനുവദിക്കാറില്ല. കാരണം ഇത് എൻ്റെ ഇവിടെ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഈ ഫ്ലാറ്റ് ഒഴിഞ്ഞ് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറ്റില്ല, എനിക്കിവിടെ പറ്റുള്ളൂ. ആര് തന്നേക്കാളും 4 ഇരട്ടി പൈസ ഞാൻ തരാമെന്ന് നിന്നോട് മുമ്പേ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ അത് പോരെങ്കിൽ ഞാൻ കുറച്ചുകൂടി കൂടുതൽ തരാം. എന്തേ എനിക്കിവിടെ നിന്ന് നീ വാതിലൊന്ന് തുറക്ക്. എനിക്ക് ഈ വയ്യാത്തോടത്ത് ഞാൻ 4 നില കയറിയിട്ടാണ് ഇവിടെ വരുന്നത്. ഈ വാതിൽ തുറന്ന് എന്നെ അകത്തിരുത്ത്, നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ഒരു വയസ്സായ ആളായ കാരണം ഇത് ആരും വിചാരിക്കില്ല ഈ പരിപാടിക്ക് വന്നതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നീ എന്നെ വാതിൽ തുറന്ന് അകത്ത് കടക്കാനായിട്ട് അനുവദിക്കൂ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 4 ഇരട്ടി അല്ല 5 ഇരട്ടി പൈസ തരാമെന്നാണ് പറയണത്. അപ്പോൾ അതും കൂടി വിളിക്ക് കേട്ടപ്പോൾ പിന്നെ ഇതൊരു വയസ്സായ ആളാണല്ലോ. ശരി മാമൻ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് വേഗം അകത്ത് കയറ്റി സോഫയിൽ കയറ്റിയിരുത്തി. അപ്പോൾ മാമൻ പൈസ തരാമെന്ന് പറഞ്ഞ് തരില്ലോ. അപ്പോൾ അതൊക്കെ തരാം, അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരിയാന്നൊരു കാര്യം ചെയ്യ്. അപ്പോൾ അല്ല നമുക്ക് പരിപാടി തുടങ്ങില്ല. അതൊന്നും ശരിയാവില്ല. അപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് പോരാത്തിന് ഇത്രയും നില കയറി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ചായയൊക്കെ കുടിച്ച് അതിന് മുമ്പ് മാമൻ പോയിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് വാ, നന്നായി സോപ്പൊക്കെ ഇട്ട് നന്നായി കുളിക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മാമന് സന്തോഷമായി. മാമന് ബാറ്റോലേക്ക് എടുത്ത് കൊടുത്തു. മൂപ്പരകത്ത് പോയി ബാത്റൂമിൽ പോയി നന്നായി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഹാപ്പിയായി ബെഡ്റൂമിലേക്ക് വന്നിട്ട് അവളിങ്ങനെ ഈ പൈസയ്ക്ക് പരിപാടി ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലുമ്പോഴേക്കും ഉള്ള ഡ്രസ്സൊക്കെ വേഗം ഊരി വയ്ക്കും. വേഗം പരിപാടി കഴിഞ്ഞ് വേഗം പോട്ട് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് കടന്ന വഴിക്ക് തന്നെ വേഗം ഡ്രസ്സൊക്കെ ഊരി. അപ്പോൾ മാമനാച്ചിട്ടുണ്ടെങ്കിലോ അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഡ്രസ്സ് ഊരിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഉള്ള ആഭ്യന്തരങ്ങൾ പോയി. സാധനം പൊന്തണില്ല. എന്ത് ചെയ്യാൻ പറ്റും?
മാമ അവിടെ പിടിക്കുന്നുണ്ട്, ഇവിടെ പിടിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, സാധനം പൊന്തണില്ല. പുള്ളിക്ക് മനസ്സിലായി മാമന് പൊന്തണില്ല, കാര്യം ചെയ്യാണ്ട് തന്നെ കാശ് തരുമോ എന്താണെന്നുള്ളൊരു പിടുത്തമില്ല. അപ്പോൾ ഇവിടുന്ന് മാമൻ പറഞ്ഞു ഞാൻ ഒന്ന് ബാത്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പരിപാടി ചെയ്യാൻ പറ്റാത്തൊരു വിഷമത്തിൽ മാമൻ ബാത്റൂമിൽ പോയി മോറൊക്കെ കഴിച്ചിട്ട് മാമൻ നിന്ന് കരയുക. എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്? മനസ്സുകൊണ്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്കിത് പൊന്തണില്ല, ചെയ്യാൻ പറ്റുന്നില്ല. എത്രയും കഷ്ടപ്പെട്ട ഞാനിവിടെ വന്നത്, എത്ര നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒന്ന് വന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ആഗ്രഹത്തിന് റെഡിയായിട്ട് എല്ലാം ശരിയായി ഒത്തു വന്നു. പക്ഷേ സാധനം പൊന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു മാമൻ ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞ് മോറൊക്കെ കഴുകി ഇവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു മോളെ ഞാൻ ഇനി ഒരു ദിവസം വരാം, ഇന്നിപ്പോൾ എന്തായാലും ശരിയായില്ല, ഞാൻ ഇനി ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു. എന്ന് വിചാരിച്ച് മോള് നഷ്ടപ്പെടുന്നും വേണ്ട, ഞാൻ പറഞ്ഞ പൈസ എന്ന് പറഞ്ഞിട്ട് ആ പൈസ 5 ഇരട്ടി പൈസ ശരിക്കും കൊടുത്തവൾക്ക്. അവൾക്കപ്പോൾ ഭയങ്കര ഇഷ്ടമായി. മാമൻ്റെ സിൻസിയാരിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ടിപ്പോൾ ശരി വാതിൽ തുറന്നിട്ട് മാമൻ പോകാൻ നിൽക്കണ നേരത്ത് പറഞ്ഞു മാമൻ ഒരു കാര്യം ചെയ്യും, ഇടയ്ക്കൊക്കെ വാ, എനിക്ക് മാമന് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇവിടെ തന്നെ കൂടാം, മാമ ഇടയ്ക്ക് വാട്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടോട് കൂടിയിട്ട് മാമന് പെട്ടെന്ന് എന്തോ ഒരു കറണ്ട് അടിച്ച പോലെയുള്ള ഒരു പെട്ടെന്ന് ചേഞ്ച്. ആ വശം മാമൻ പുറത്ത് പോകാൻ നിൽക്കണം, മാമൻ വേഗം അകത്തേക്ക് വന്നു. അപ്പം നിനക്ക് എന്നെ ഇഷ്ടമായി മാമൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് പറഞ്ഞോടുകൂടി ഇവൾ കെട്ടി പിടിച്ചൊരു ഉമ്മ വെച്ചോടുകൂടിയിട്ട് മാമന് കമ്പിയായി. മാമനും കമ്പിയായി ഇവൾക്ക് മനസ്സിലായി. അപ്പോൾ മാമ വേഗം നമുക്ക് റൂമിൽ പോകാമെന്ന് പറഞ്ഞു. റൂമിലേക്കൊന്നും പോകണ്ട, ഉള്ള സമയത്തോണ്ട് നമുക്ക് ഈ സോഫ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് സോഫയിൽ കിടന്നിട്ട് മാമൻ ഇത്തിരി പ്രായമായാലും മാമൻ്റെ രീതിയിലുള്ള കളി ചെറുതായിട്ടൊക്കെ ഒന്നാണ്ട് കളിച്ചു. മാമന് സന്തോഷമായി. മാമൻ ചെറിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ പോട്ടേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ മാമന് സന്തോഷമായില്ലേ? സന്തോഷമായി എന്ന് പറഞ്ഞു. മോളെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമോ നടക്കില്ല അത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നുമില്ലെങ്കിലും ആഗ്രഹം നമുക്കത് കണ്ടെങ്കിൽ ആ ആഗ്രഹം തീർക്കാമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ആഗ്രഹം വെച്ച് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്താണ് വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാണ്ട് പോയോ എന്നുള്ളൊരു ചിലപ്പോൾ ഒരു മോശം കിട്ടിയില്ല എന്നൊക്കെ വരും. അതുകൊണ്ടാണ് മോളുടെ നമ്പറൊക്കെ ഞാൻ തേടി പിടിച്ച് മോളിൽ എത്തിക്ക് വന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഈ പ്രായത്തിൽ എനിക്കിപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാണ്ടിരിക്കാം, സമൂഹത്തിൽ അറിഞ്ഞാൽ വളരെ മോശമാണ് എന്നൊക്കെ വിചാരിച്ച് എനിക്ക് മിണ്ടാണ്ടിരിക്കാം. ഞാൻ ജോലിയിൽ വലിയ സ്ഥാനത്തിരുന്ന് പെൻഷൻ പറ്റിയ ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹോട്ടലിലൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്താ പെട്ടെന്ന് പോണ നേരത്ത് മാമന് പെട്ടെന്ന് ഇങ്ങനെ പൊന്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആ നീ വിളിച്ചല്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ടു, ഇനി ഇടയ്ക്കിടയ്ക്ക് വാ എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞപ്പോൾ നീ എൻ്റെ ശരീരത്തിൽ ഞാനറിയാണ്ട് എന്തോ ഒരു കറണ്ട് കയറി. ആ കറണ്ട് ശരിക്ക് എനിക്ക് എൻ്റെ ഒരു വികാരമായിട്ട് മാറി. അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഈ കളി കളിക്കാൻ പറ്റിയത്. വളരെ ഹാപ്പി ഉണ്ട് എനിക്കെന്ന് പറഞ്ഞ് മാമൻ അവിടുന്ന് യാത്ര പറഞ്ഞ് ആ 4 നില തിരിഞ്ഞ് ഇറങ്ങി മാമൻ വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ നമ്മൾ ആരായാലും ചെയ്യുക, അത് നാളേക്ക് വെക്കാണ്ടിരിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈച്ചയ്ക്കായാലും കൊതുവിനായാലും പശുവിനായാലും അതുപോലെ തന്നെ ഏത് മൃഗങ്ങൾക്കുണ്ട്. ഈ കൊതുവിനുണ്ട് കൊതങ്കടി എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ ദൈവം വെച്ച് തന്നിട്ടുള്ളതെല്ലാം ഇതുപോലെ ആസ്വദിക്കാനായിട്ട്. അതിപ്പോൾ നമുക്ക് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ശരിയാൻ പാടില്ലെന്നൊന്നുമില്ല. എല്ലാം ചെയ്യാം, എല്ലാം അനുഭവിക്കാം. എല്ലാം അനുഭവിക്കാനാണല്ലോ ദൈവം നമ്മളെ മനുഷ്യരായി ഇവിടെ ഭൂമിയിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാഹചര്യം സന്ദർഭം എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എല്ലാം പെരുമാറുക, അത്ര തന്നെ. അപ്പോൾ നമുക്ക് അപ്പൂപ്പൻ്റെ കഥ വിട്ടിട്ട് നമുക്ക് വേറൊരു അപ്പൂപ്പൻ്റെ കഥയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ നിങ്ങൾ ലൈക്ക് അടിക്കാണ്ട് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കഥേനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇൻസ്പിറേഷൻ വരും. മാമൻ്റെ പോലെ വീഡിയോ ഇടാനായിട്ട് നല്ല നല്ല കഥകൾ നോക്കിയിടാനായിട്ട് നമുക്ക് നല്ല ഇൻസ്പിറേഷൻ വരും. അല്ലെങ്കിൽ ഇതൊന്നും ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല, ആരും കമൻറ്റ് ചെയ്യുന്നില്ല, ലൈക്ക് അടിക്കുന്നുള്ളത് ആ 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാം എന്നൊരു ഉഴപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഉഴപ്പ് തീർത്തേണ്ടത് നിങ്ങളാണ്, എൻ്റെ കഴപ്പ് തീർക്കേണ്ടത് നിങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഞം അടിക്കാനായിട്ട് അതും തരേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് രാജാവ്, ഞാൻ പ്രജയാണ്. ഓക്കെ, ബൈ.